ഒരു നിമിഷം മഞ്ഞും തണുപ്പുമുള്ള മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വരവായി. ഹരിതശോഭയുടെ പട്ടുകൊടുത്ത സ്വന്തം മലയാള നാട്ടിലെ ആഘോഷങ്ങൾ നാം തന്നെ ചോദിക്കുന്നു. ഗതകാല സ്മരണകളിലെ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ നീർച്ചാലുകളിലാക്കി ആഴ്ന്നിറങ്ങാൻ ഒരു ശ്രമം. സമകാലികവും സാമൂഹികവുമായ മാനുഷിക മൂല്യങ്ങളെയും മൂല്യച്യുതികളെയും വരച്ചു കാട്ടുവാനുള്ള ഈ എളിയ ശ്രമത്തെ ആസ്വദിക്കാൻ ശ്രമിച്ചാലും അനുകരിച്ചാലും കലാസ്നേഹം അടുത്ത പേരോടുകൂടി ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വൈദ്യുത ദീപങ്ങളെല്ലാം അണച്ചു തന്ന് ഞങ്ങളോട് സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാൽക്കരി സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് കലാസമിതി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പുതുയുഗത്തിന്റെ മഞ്ഞുകാലം. സൗന്ദര്യം പണിതുകൊള്ളുന്ന അമൃതമണി, പൊന്നാര, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുത് എന്നെ അപേക്ഷിക്കുന്നു. കുറച്ചുപേരെങ്കിലും ക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ്. മനുഷ്യർ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു അവർക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ചത് അവർ അംഗീകരിക്കുകയും ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. കുറച്ചു മനുഷ്യർ ഇതൊരു കച്ചവട സാഹചര്യമാക്കി മാറ്റുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ പേരിൽ പണപ്പെരുവ് നടത്തി വലിയ വാഹനങ്ങൾ വാങ്ങുകയും വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും വസ്തു മേടിച്ചു കൂട്ടുകയും ചെയ്യുന്നവരും അവർ ക്രിസ്തുവിന്റെ അനുയായികളാണെങ്കിലും ചെയ്യുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കരോൾ ഗാനങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ചിലപ്പോഴൊക്കെ എനിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരിട്ടൊക്കെ നല്ലത് കൊടുക്കാൻ തോന്നാറുണ്ട്. അത് ശരിയാണ്, ചില അവസരങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാലും വളരെ നന്നായി ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പാടി സ്തുതിക്കുന്നത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. എന്റെ കൂടെ വരും, ഞാനൊരു ക്രിസ്മസ് ആഘോഷം കാണിച്ചു തരാം. കട്ടപ്പനയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 24 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. ആരും ചത്തില്ല. അതൊരു നാണം കെട്ട മറിച്ചിലായി. സമയം ഉച്ചയായാലും ഇവരൊക്കെ എഴുന്നേക്കാറായി. പണ്ട് കൊച്ചുകുളപ്പാകാലത്ത് എഴുന്നേറ്റ് പള്ളി പൊക്കൊണ്ടിരുന്നാലും ഇപ്പൊ അവര് പള്ളിയും വേണ്ട പട്ടക്കാരും വേണ്ട. ജോർജ്
നിന്റെ മറ്റേത് വെയിലടിക്കുന്നവരൊക്കെയാണോ കിടന്ന് ഉറങ്ങുന്നത്? ഇത് കറവൊക്കെ വരാനുള്ള ദിവസമല്ലേ? നിനക്ക് കേൾക്കാൻ വയ്യെങ്കിൽ കേൾക്കണ്ടടി പുല്ലേ. എനിക്ക് ഇതിൽ ഉറക്കം ചുമയ്ക്കാൻ വയ്യ. ചുമച്ച് ചുമച്ച് മനുഷ്യന്റെ അടിതാവ് കലങ്ങിയിരിക്കുക. അതിനിടയ്ക്ക് അവളുടെ ഒരു പരിവേദന. ഓ എടാ ജോർജ് കുട്ടി, പുട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ നോക്ക്. പിള്ളേരെ വിളിച്ചോ. ബീഫ് വളർത്തിയതുണ്ടോ അപ്പച്ചി? ബീഫ് വളർത്തിയത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിനക്ക് നോയൊന്നും ഇല്ലേടാ. ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇത് സൗദി അറേബ്യക്കല്ലേ കഷ്ടമാണല്ലോ. എടാ അവളെന്തി, അവളെവിടെ വിളിച്ചോ. സ്റ്റെപ്പിനി കാർ സെന്ററിൽ ഇങ്ങനെ പോയി നോക്കണം. ഇവിടെ വിളിച്ച സ്റ്റെപ്പിൽ നിന്ന് വന്ന് രണ്ടാക്കിക്കോ. ഓ, ഞാൻ എന്റെ ഭാര്യയെ വിളിച്ച അപ്പച്ച. ജാക്കി, ഇവനവിടെ വണ്ടിപ്പണി കാണുന്നു. സ്റ്റെപ്പിനി, ജാക്കി. എന്റെ അപ്പച്ച അവൾ ഈ വ്യായാമം ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഭയങ്കര ചൂടാണ്. പിന്നെ ഞങ്ങൾ വന്ന് എല്ലാ മുറിയിലും ഫിറ്റ് ചെയ്തു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവന്നില്ല. അപ്പച്ചനൊരു സൂട്ടും അമ്മച്ചിക്കൊരു പീച്ചയും. അപ്പച്ചൻ സൂട്ടിനാണ് ഇപ്പൊ പുറത്തിറങ്ങത്തില്ല. അതേടി, ഒരു കാലത്തെ ഞാൻ ചൂട്ടും കൊണ്ടേ പുറത്തു പോകാറുള്ളായിരുന്നു. അവിടെ അമ്മച്ചിക്ക് എന്നാ മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞത്? ഈച്ചയോ പീച്ചയോ. ഓ, ഈ അപ്പച്ചനെ കൊണ്ട് ഒരു രക്ഷയില്ല. അത് ഈ വീട്ടിൽ ഇടുന്ന ഒരു വേഷമാണ് അപ്പച്ചൻ. വാ മക്കളെ, കഴിക്കാം. ഇരുന്ന് കുറയ്ക്കാതെ എഴുന്നേറ്റ് വാ മനുഷ്യൻ. ഒരൊറ്റ തൊഴിൽ വെച്ചു ഇതാരും വാക്കിയോ എപ്പ വന്നു? അച്ഛന് ചുമയ്ക്ക് പഴയ പോലെ പിക്കപ്പ് ഒന്നും ഇല്ലല്ലോ. നീ എന്താണ് രാവിലെ പിക്കപ്പ് കാണാൻ വന്നോ? അപ്പച്ച
വാട്ട് ഈസ് പിക്കം? അത് നിന്റെ അപ്പനോട് പോയി ചോദിച്ചാ എടാ ബാക്കി എന്താ പറ നിന്റെയൊക്കെ പള്ളിയിലെ വിശേഷം? പണ്ടൊരച്ച മുള്ളുകമ്പിക്കകത്ത് കൊണ്ട് തലയിട്ടു നിലവിളിച്ച് ഇപ്പൊ ഒരുത്തർ പള്ളിയുടെ മോർമാനത്തിൽ വലിഞ്ഞു കയറി മണ്ണെണ്ണയും കൊണ്ട് ആ നനഞ്ഞ നെയ്പ്പെട്ടി കൊടുത്ത് മഹാചതുവ ചെയ്തു. അച്ചാരം വലിയ വാചകം ഓടിക്കണ്ട. നിങ്ങൾ ഒരു തിരുവരി 2 ദിവസം മുമ്പ് സനാതനാലയം പോയിട്ട് അന്ന് പറയും പള്ളിയോട് കയറിയോ ഓടി രക്ഷപ്പെടുക എന്നാ കേട്ടത്. ആരാണ് ഓടിയത്? നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. മതി, രണ്ടും പള്ളിക്കിട്ട് ചോദിക്കണം. ഇവിടെ പള്ളിക്കാരൻ പറയരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കരോളുകാർ വരാൻ സമയമായി കാണും കേട്ടോ. ആ ഇത് കരോളുകാർ വരുമോ? എത്ര പേർ കാണും അപ്പച്ച? ആർക്കറിയാം, ഒരു 10-200 പേര് കാണും. അയ്യോ, അപ്പോൾ എല്ലാവരും കൂടെ എവിടെ നിൽക്കും? ഫർണിച്ചറൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ പട്ടി മാറ്റും. വേറെ പുറത്തൊന്ന് മാറിയിട്ട് നോക്കണം. അപ്പച്ച നിങ്ങളുടെയൊക്കെ ഒരു കാര്യം, അതൊക്കെ അമേരിക്കയിലെ കരോൾ ഒന്ന് കാണണം. ജോർജ് കുട്ടി, നീ എന്നെ ആലോചിച്ചോണ്ട് നിൽക്കുക. നീയൊക്കെ ഏതാ? എടാ നീ സണ്ണിയുടെ മോനല്ലേ? ജോർജ് കുട്ടി, ഇവൻ നിന്റെ കൂടെ പഠിച്ച സണ്ണിയുടെ മോനെ. ആണായിട്ടും പെണ്ണായിട്ടും ഇത് ഒന്നേ ഉള്ളൂ. അയ്യോ, ചാത്തോട്ടാണല്ലേ പാവം. നീ പാട്ട് പാടും. എനിക്ക് കരോൾ പാട്ടൊന്നും അറിയത്തില്ല. പിന്നെ നിനക്കറിയാവുന്ന പാട്ടിനോട് യേശു നേർത്താ അത് ശരിയല്ലെന്നാ തോന്നുന്നത്. ഞാനാണെങ്കിൽ $10,000 നീ ഒലക്കം. ഞാനിവിടെ വയ്യാതെ കിടന്നപ്പോ 1000 രൂപ അയച്ചു തരാതിരുന്നവൻ അവന്മാരിവിടെ കള്ളു കുടിക്കാൻ വേണ്ടിയല്ലേ. ഞാനെന്തിനാ പൈസ കൊടുക്കുന്നു? ജോർജ് കുട്ടി ഇങ്ങനെ കൊടുത്തിട്ട് നേരെ വന്നത് തന്നെ. അതെ മോനെ, നീ മുമ്പേ പറഞ്ഞ ആ കാശ് ഈ അമ്മാതിരിങ്ങനെ എന്തോ നീ വിളിച്ചായിരുന്നോ? ആര് വിളിച്ച്? ഞങ്ങളാരും കേട്ടില്ലല്ലോ. അത് പിന്നെ എന്തല്ലേ വിളിച്ചത്? അപ്പച്ചനെ എങ്ങനെയാ? ഇതാ ഞാൻ ആ പറഞ്ഞ ബാബി എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട് കേട്ടോ. ഓ, അടുത്ത പോള് വരുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പാസ്റ്റോ, നിങ്ങളെന്താ പതിവില്ലാതെ ഈ നേരത്തെ? ഓ, ജോർജ് കുട്ടി കുടുംബമൊക്കെ വന്നത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാതെ കരുതി. ജോർജ് കുട്ടി മാത്രമല്ല പാസ്റ്ററെ, ഞാനുമുണ്ട്. നിങ്ങൾക്ക് പിന്നെ ക്രിസ്മസിന് ആഘോഷമൊന്നുമില്ലല്ലോ. പിന്നെന്താ നിങ്ങൾ ആളെ കുട്ടിയൊക്കെ വന്നിരുന്നേ? അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. ആഘോഷമൊന്നുമില്ലെന്ന്
ദർശനത്തിൽ ഈ നാട്ടിലെ എല്ലാ ഭാവത്തിലും പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് അമേരിക്കയിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുടെ ഭാവനകളിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിനോട് ആഗ്രഹിച്ചു. എന്നാ പ്രാർത്ഥന തുടങ്ങട്ടെ. ഇങ്ങോട്ട് വന്നേ. ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതിനായി കഥകളെ ചൊല്ലിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം ആരംഭിക്കാം. ചർച്ച് ഓഫ് റിവൈവലിന്റെ ഭാഷണം ആഗോള സഭയുടെ കോർഡിനേറ്ററുമായ ടിൻഡു ഭാഷണം കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. മാറ്റ ഇവരെ ഈ മുള്ളംകൊല്ലിയിൽ നിന്തിനാ വിളിക്കുന്നത്? അത് ജോർജ് കൂടി അവന് പഴയ കൊട്ടേഷൻ ടീമാണ്. ചെറിയ രീതിയിൽ പിടിച്ചുപോയും മോഷണം മാറിപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് നടക്കായിരുന്നു. ഇപ്പൊ പിന്നെ പ്രാർത്ഥന പറഞ്ഞ് നടക്കുക. നമ്മുടെ പ്രാർത്ഥന തുടങ്ങുന്നതിനായിട്ട് എബ്രായർ 3-4 വാക്യം ആരെങ്കിലും ഒരു ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാണ്. ഏത് ഭവനവും ചമപ്പാൻ ഒരാള് വേണം. നമ്മൾ ഈ സഭയുടെ ഭവനം ചമപ്പാൻ ജോർജിയുടെ കാര്യങ്ങൾ ശക്തി നൽകിയ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ഭവനം ചമപ്പാൻ ദൈവം ജോർജിയുടെ കാര്യങ്ങൾ ശക്തി തന്നതിനായി അതുപോലെ ദൈവം നമ്മുടെ സഭയ്ക്കായി കനിഞ്ഞു നൽകി ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, വളരെ ചെറിയൊരു ഓൾഡേജ് ഹോം പ്രാർത്ഥന ഉണ്ടാകുവാനായിട്ട് കാര്യങ്ങൾക്ക് ശക്തി ഈ വീട്ടിലെ അപ്പച്ചൻ ഈ ഓൾഡേജ് ഹോം ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് എല്ലാം അവിടെ ഈ സ്ഥലം മാറിപ്പോയി. അപ്പൊ ജോർജുണ്ട് അടുത്തിടെ ഞങ്ങൾ 28 ഏക്കർ വാങ്ങിച്ചു. നടുക്കോടെ ചതുവോടെ ഒരാരാധനാലയം ഒരു ഓൾഡേജ് ഹോം ഒക്കെ ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ പാപചാരം പോലുള്ളവരാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. നീ വേഗം സ്ഥലം കിട്ടോ. അവരോട് ഒരാളെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമ്മളെ പോവാടാ. ഇവനൊപ്പം പോയത് നന്നായി. കർത്താവിന്റെ നാമത്തിൽ വസ്തു മേടിക്കാൻ നടക്കുന്നു. എന്തൊരു മനുഷ്യൻ! ഇവിടെ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് അപ്പച്ച? എല്ലാവരും അങ്ങനെയല്ല. നമ്മുടെ സെന്റ് മേരീസിലെ പിള്ളേർ ഈ വർഷം കരോൾ നടത്തുന്നത് ക്യാൻസർ വന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടിയാണ്. അതൊരു നല്ല കാര്യമാണ്. അവർക്ക് എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും. അവർ വരുന്നു എന്നാണ് തോന്നുന്നത്.
കേൾക്കുന്നുണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സറിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്തെ കാലത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നക്ഷത്രങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആകാശത്തിനിടയിൽ ക്രിസ്മസ് സംഗീതം ഇന്നും പ്രതിഫലിക്കുന്ന ഈ ക്രിസ്മസ് പുലരിയിൽ ഞങ്ങളുടെ ഈ ചെറിയ കലാവിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല ക്രിസ്മസിന് പുതുവത്സരത്തിന് മുതൽക്കൂട്ടായിരിക്കും.